നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണമെന്ന്. നമുക്ക് നാളെ അമ്മ എൻ്റെ അടുത്ത് പോവാം. മോൾ കിടന്നു. ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ അച്ഛാ? ഇല്ല മോളെ, ഒരു കുഴപ്പമുണ്ടാവില്ല. മോൾ ഇങ്ങനെ വെറുതെ ചീത്ത സ്വപ്നമൊന്നും കണ്ടത്. മോള് മനസ്സിൽ നല്ല വിചാരത്തോടെ കിടന്നു. നല്ല മഴ, നല്ല പൂക്കള്, നല്ല മഞ്ഞ്, ഇതൊക്കെ മോള് മനസ്സിൽ കണ്ടുകൊണ്ട് കിടന്നുറങ്ങി. പിന്നെ അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനയില്ലേ, ചൊല്ലിക്കേ. ഏത് പ്രാർത്ഥനയാണെന്നറിയോ? അറിയാം. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, അതല്ലേ? അതെ. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ, പിന്നെ കിരീടിയും. പറഞ്ഞേ. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, കിരീടി. അപ്പോ നമുക്ക് കിടക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, വിജയൻ, കിരീടി. അർജുനൻ, ഫൽഗുണൻ. ഗുഡ് മോർണിംഗ്. ശരണ്യ, 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 സോറി. ഇന്നലെ രാത്രി മദ്യപിച്ചിട്ട് എന്തൊക്കെയോ ഞാൻ പറഞ്ഞുപോയി. ഐ എം സോറി. തെറ്റ് ചെയ്ത മനുഷ്യന് പെട്ടെന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക് സോറി. എനിക്ക് തോന്നുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഭാര്യയും ഭർത്താവുക. എന്താ ശരിയല്ലേ? ഐ എം എക്സ്ട്രീംലി സോറി. ഇന്നലെ അങ്ങനെയെല്ലാം സംഭവിച്ചു പോയി. മനഃപൂർവ്വമല്ല. എന്റെ ഉള്ളിലെ മദ്യമാണ് അതിന് കാരണം. വേണമെന്ന് വിചാരിച്ച് മദ്യപിച്ചതല്ല, അങ്ങനെ സംഭവിച്ചു പോയി. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പരിചയക്കാരുടെ മുന്നിൽ ചെന്ന് പെടാതെ ബോധപൂർവ്വം ഒഴിഞ്ഞു മാറി നടന്നു. കണ്ടാലറിയാലോ, പരിഹാസച്ചിരിയും മുനവച്ച സംസാരവും. അതിന് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റാതായിരിക്കുന്നു ശരണ്യ. ഒരു എസ്കേപ്പിസം, ഒളിച്ചോട്ടം. ഓട്ടെ, ക്ഷമിക്ക. നിന്നോട് ഇഷ്ടക്കുറവോ നിന്നെ അവഗണിക്കുകയോ ചെയ്യില്ല ഞാൻ. ശരണ്യ, ഇത് അച്ഛന്റെ ബിസിനസ് ഫയലുകളല്ലേ? അതെ, ഇതെല്ലാം ഞാനിപ്പോ അപ്ലോഡ് ചെയ്യാം. ഇനി കയ്യിൽ ഈ ഫയൽ ഇല്ലെങ്കിലും ലാപ്ടോപ്പിൽ കിടപ്പുണ്ടാവുമല്ലോ എല്ലാം. അച്ഛാ, ഇതൊരിക്കലും വാസവങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ ഇത് പോയാലും നമ്മളെ സംബന്ധിച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഈ ഫയലുകളൊക്കെ ഒന്ന് വാസവങ്ങൾ സൈൻ ചെയ്ത് തന്നാ മാത്രം മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാക്കി കാര്യം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാല് നീ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല, അതുകൂടി പറ. അച്ഛാ, എക്സ്പോർട്ടിംഗ് ബിസിനസ് മൊത്തം നമ്മൾ പിടിച്ചിരിക്കും. നമ്മുടെ കെയർ ഓഫിലല്ലാതെ വാസവങ്ങളിലൊന്ന് ചലിക്കാൻ പോലും പറ്റില്ല. ഇനി പോയി സൈൻ ചെയ്യിപ്പിക്കുന്നതല്ല ഞാനല്ലേ. നേരത്തെയുള്ള ബൈലോ വെച്ചിട്ടായിരിക്കും വാസു അങ്കിൾ സൈൻ ചെയ്യുന്നത്.
വായിച്ചു നോക്കാനുള്ള സാധ്യതയൊക്കെ കുറവാ. ചില ക്ലോസുകളൊക്കെ ഞാൻ തിരുത്തിയിട്ടുണ്ടച്ചാ. ദേ നോക്കി അച്ഛാ, ദേ ഇതിനകത്ത് 10ാമത്തെ ക്ലോസ് ഒന്ന് നോക്കിയേ. ഇത് നേരത്തെ ഉണ്ടായിരുന്നതല്ലേ? അല്ല, നേരത്തെ ഉള്ളതിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ. അതൊരിക്കലും വാസു അങ്കിള് കണ്ടുപിടിക്കില്ല. നിലവിൽ അച്ഛനറിയാതെ ഞാൻ അറിയാതെ വാസു അങ്കിളിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തില് ഈ എഗ്രിമെന്റിന് വയലേഷൻ ഉണ്ടായ മൊത്തമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അത് ചതിയല്ലേ മോളെ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നമ്മള്? അച്ഛൻ നേരെ നിറയൊന്ന് നോക്കരുത്. ഇത് നമ്മുടെ സേഫ് കസ്റ്റഡിക്ക് വേണ്ടി വെച്ചതാ, അല്ലാതെ ഉപദ്രവിക്കാനല്ല, ചതിക്കാനോ അല്ല. പക്ഷേ നാളെ നമ്മൾ ചതിക്കപ്പെടരുത്. ഇതെല്ലാം അങ്ങ് ഏറ്റെടുത്ത് നടത്തുന്ന നാളെ വാസുവെങ്കില് വിചാരിച്ചാ അത് വെറും സ്വപ്നമായിരിക്കും, നടക്കില്ല. അല്ല, നേരത്തെയുള്ള അഗ്രിമെന്റ് വാസ്തവം കണ്ടതല്ലേ? അതിനകത്ത് മാറ്റം വരുത്തിയെന്നറിയുമ്പോ അങ്ങനെ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അച്ഛാ. ചെറിയ ചെറിയ വാക്കുകളിൽ മാത്രം ഡൈവേർട്ട് ചെയ്ത് പോയതാണ് നമ്മള്. അച്ഛൻ ഇതിനകത്ത് ഇടപെടാനൊന്നും പോണ്ട. ഞാനല്ലേ സൈൻ ചെയ്യിക്കാൻ പോകുന്നത്. ഞാൻ ചെന്ന് സൈൻ ചെയ്യിച്ച് മേടിച്ചോളാം. അച്ഛന്റെ ബിസിനസ് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കും. വാസു അങ്കിള് ഒരു ബിഗ് സീറോ ആയിരിക്കും. നമ്മൾ ചാടിക്കളിക്കട കൊച്ചുരാമെന്ന് പറഞ്ഞാ ചാടിക്കളിച്ചിരിക്കും. വാസു അങ്കിൾ അതിലേക്കൊന്നും എത്തണ്ട. ഇപ്പൊ അതിനുള്ള സമയമായിട്ടില്ല. ഒരു ഇഷ്യൂ വരട്ടെ, അപ്പൊ നമുക്ക് ഇടപെടാം. തൽക്കാലം ഇങ്ങനെ പോട്ടെ അച്ഛാ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ മോളെ? എന്തുണ്ടാവാൻ? ഇപ്പൊ അച്ഛന്റെ ബിസിനസിന്റെ എല്ലാ റൂട്ട്സും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ സംസാരിച്ചോളാം. അച്ഛനൊന്നും അറിയില്ല, കേട്ടില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് ഇരുന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു സ്പേസ് ഉണ്ടാവും അച്ഛന്റെ ബിസിനസ്സിൽ. അത് മാത്രം വിചാരിച്ചാ മതി. ഞാൻ സഹായിക്കണമ്മേ. എന്താ നീ ചോദിച്ചത്? ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന്. ഓ, അങ്ങനെയൊന്ന് ചോദിക്കാൻ മനസ്സ് കാണിച്ചല്ലോ, മഹാഭാഗ്യം. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ്? അപ്പൊ ഞാൻ ഒന്നും ചെയ്യാറില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഓ, ഇനിയിപ്പൊ അതി പിടിച്ചു കയറണ്ട, ഞാൻ വിട്ടു. ആ, ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനേ ഇവിടെ അത്യാവശ്യമുള്ള ജോലിയൊക്കെ ചെയ്യുന്നതാ. ആരും കാണുന്നില്ലെന്ന് മാത്രം. ദേ അമ്മേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതുകൊള്ളാം. ഞാൻ സുല്ലു പറഞ്ഞു വിട്ട കാര്യം നീയല്ലേ വീണ്ടും അത് കയറി പിടിച്ചത്? ഓ, അമ്മയുടെ മരുമോള് ഇവിടെയുള്ള ജോലികളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. നന്ദന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട് മോളെ. അവന് ഈയിടെയായിട്ട് മദ്യപാനം അല്പം കൂടിയിട്ടുണ്ട്. സ്വസ്ഥതയില്ല എന്റെ മോന്. ആ, എങ്ങനെ അവന് സ്വസ്ഥത കിട്ടും? ചിലരെല്ലാം ചിലരുടെ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് കയറിയാലേ അതോടെ തീരും അവരുടെ സ്വസ്ഥതയും ആ കുടുംബത്തിന്റെ സമാധാനവും. സ്വർഗം പോലത്തെ ഒരു വീടായിരുന്നില്ലേ അമ്മ നമ്മുടെ വീട്? അതിപ്പോ സമാധാനമില്ലാത്ത നരകം പോലെ. ഈ നരകത്തിൽ എന്തിനാ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ഈ വലതുകാലം കൊണ്ട് ഏതെങ്കിലും സ്വർഗം തേടി പൊയ്ക്കൂടെ? ഇതേ എന്റെ വീടാ. ഇവിടുന്ന് ഒരിടത്തേക്ക് പോവാൻ എനിക്ക് പറ്റത്തില്ല. വലിഞ്ഞു കയറി വന്നവര് ഒന്നങ്ങ് പോയി തന്നാ മതി. ഞാൻ വലിഞ്ഞു കയറി വന്നതല്ല. ഇതിന്റെ മഹത്വത്തെ പ്രണയതുല്യം സ്നേഹിച്ച് കയറി വന്നതാ. ഈശ്വരൻ സാക്ഷിയായി ഇതെന്റെ കഴുത്തിലണിഞ്ഞത് ഈ നിൽക്കുന്ന അമ്മയുടെ മകനാ. ആ മകൻ അവകാശപ്പെട്ട വീടാ ഇത്. അപ്പൊ ഇവിടെ താമസിക്കാൻ നിന്നെക്കാളും അവകാശവും അധികാരവും എനിക്കുണ്ട് അഞ്ജിത. അല്ലെങ്കിലും താലിയുടെ മഹത്വത്തെക്കുറിച്ച് വിലയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരണ്യേ, മതി, നിർത്ത. നീ പറഞ്ഞു പറഞ്ഞങ്ങ് കേറുകയാണല്ലോ. അത് വേണ്ട. ഞാനല്ലല്ലോ അമ്മേ, അഞ്ജിതയല്ലേ പറഞ്ഞു തുടങ്ങിയത്. എപ്പോഴും എന്നെ കാണുമ്പോ അർത്ഥം വെച്ചൊരു സംസാരം. അതെന്തിനാ? എന്തിനാണെന്നോ? നീ കാരണം, നിന്റെ വീട്ടുകാര് കാരണം എന്റെ നന്ദന്റെ ജീവിതം തകർന്നത്. അവൻ തികഞ്ഞ മദ്യപാനത്തിന് അടിമയായി. അതൊന്നും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? നന്ദന്റെ മദ്യപാനം എന്നെയും വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാ. പക്ഷെ അതിന് ഞാൻ എന്റെ തെറ്റ് ചെയ്തു. നിന്റെ തെറ്റേ? നീ അവന്റെ ജീവിതത്തിലേക്ക് കേറി വന്നു, അത് തന്നെ. നീ ഇങ്ങോട്ട് കേറി വന്ന് അന്ന് തുടങ്ങിയതാ എന്റെ മോന്റെ കഷ്ടകാലം.
വേണ്ട വേണ്ട, അത് ഞാൻ കാല് പിടിച്ചു പറഞ്ഞത്. ആര് കേൾക്കാൻ? പ്രണയമല്ലേ, അസ്ഥി പിടിച്ച പ്രണയം. ഇപ്പൊ മദ്യപാനായിട്ട് നടക്കുക. എന്റെ ഒരു വിധി.